ഹലോ നമസ്കാരം. കുറച്ച് നാൾക്ക് ശേഷം നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്ന് പച്ചരി കൊണ്ടൊരു പാൽ പായസം നമുക്ക് ഉണ്ടാക്കിക്കളയാം. അത് എളുപ്പമായിട്ട് ഉണ്ടാക്കാനുള്ള സാധനങ്ങളാണ്. പച്ചരി ആദ്യമായിട്ട് എടുത്ത് കഴുകി വൃത്തിയാക്കി കുക്കറിലേക്ക് ഇടുക. കുക്കറിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് വെള്ളം ആവശ്യത്തിന് ഒഴിച്ചിട്ട് വേവിച്ചെടുക്കണം. ഒരു 3 വിസിലടിക്കുന്ന രീതിയിൽ വേവിക്കുക. നമുക്ക് ഉണ്ടായിരുന്ന പച്ചരി ഒരു 3 വിസിലടിച്ചപ്പോൾ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് വെന്ത് പോയത്. ആവശ്യത്തിന് വേവിച്ചെടുത്തിട്ട് നമുക്ക് പച്ചരി പിന്നെ ഉടച്ചെടുക്കണം. ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കണം. കണ്ടില്ലേ, ഈ പരുവത്തിന് നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട്. എല്ലാവർക്കും വീട്ടിലുണ്ടാക്കി നോക്കുന്ന ഒരു നല്ല ഒരു വിഭവം തന്നെയാണിത്. എല്ലാവരുടെ വീട്ടിലും അത്യാവശ്യം പച്ചരി എല്ലാം കാണും. ഒരു പാലും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഇതുണ്ടാക്കാം. കണ്ടില്ലേ, ഇതിലേക്ക് പാല് ഒഴിക്കുക. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കൊരു ഏലക്കയും പഞ്ചസാരയും കൂടി ചേർക്കണം. ഏലക്ക ജസ്റ്റ് പൊടിച്ചിട്ട് ഒരു 4-5 ഏലക്ക വേണ്ടി വരും. അതും കൂടെ പൊടിച്ചതിന് ശേഷം നമുക്ക് പഞ്ചസാര ഒരു 3 കപ്പ് വേണ്ടി വരും. മധുരത്തിനനുസരിച്ച് കൂടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഗ്യാസ് കത്തിച്ച് ചെറു തീ വെച്ചതിന് ശേഷം നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി പാല് നന്നായിട്ട് തിളയ്ക്കുന്ന നേരെ ഇളക്കിക്കൊണ്ട് നിൽക്കണം. അടിയിൽ പഞ്ചസാര അലിഞ്ഞ് നേരെ ഇളക്കി നിൽക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിച്ചു പോകും. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഒരു ചെറിയതായിട്ടുണ്ട്. അതിനുശേഷം ഒരു ചട്ടിയിലെടുത്തിട്ട് കുറച്ച് നെയ്യ് ഒഴിക്കുക. നമുക്ക് നെയ്യ് എടുത്തിരിക്കുന്നത് നമ്മുടെ കശുവണ്ടിയും മുന്തിരിയും ഒന്ന് വറുത്തെടുക്കാനാണ്. വറുത്തെടുത്ത് ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ടാണ്. ഇതാ കണ്ടില്ലേ, ആ തിളപ്പിച്ച അതിലേക്ക് കശുവണ്ടിയും വറുത്ത മുന്തിരിയും കൂടി ചേർക്കാനാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി മുന്തിരി ഒന്ന് പെട്ടെന്ന് ശരിയാക്കി എടുക്കുക. വറുത്തെടുക്കുമ്പോൾ ഇതാ കണ്ടില്ലേ, അടിപൊളിയായിട്ട് നമ്മൾ മുന്തിരിയും ഇതിൽ വറുത്തിട്ടുണ്ട്. വറുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്യണം. നമ്മുടെ സ്വാദിഷ്ടമായ പച്ചരി കൊണ്ടുള്ള പാൽ പായസം റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ കഴിക്കാനുള്ള പരുവമായിട്ടുണ്ട്. അതൊന്ന് മിക്സ് ചെയ്തെടുത്താൽ കഴിഞ്ഞു. എല്ലാവരും ഉണ്ടാക്കി നോക്കേണ്ടതാണ്. എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതാണ്. ആർക്കും ഉണ്ടാക്കാം. ഒന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ മാത്രം മതി. മധുരം ആവശ്യത്തിനനുസരിച്ച് നമുക്ക് കഴിക്കാവുന്നതാണ്. ഇട്ടിട്ട് ചൂടായിട്ടും തണുപ്പായാലും ഇത് കഴിക്കാം. ചൂടായിട്ടും തണുപ്പായിട്ടും കഴിക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടാകും. നമ്മൾ ഉണ്ടാക്കി കഴിച്ച് നോക്കി, കൊള്ളാം. ഓക്കെ, അവിടെ പായസം ഇപ്പോൾ റെഡി ആയി വന്നിട്ടുണ്ട്. നമ്മൾ ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കുടിക്കാനുള്ള ഒരുക്കത്തിലാണ്. ഓക്കെ, പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഒരു നല്ലൊരു വിഭവമായിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും